നിങ്ങളുടെ ആരാധന നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഉയരങ്ങളിലെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. സങ്കീർത്തനങ്ങൾ 22:3. ആരാധന ദൈവസാന്നിധ്യത്തെ ക്ഷണിക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണെങ്കിലും അവന്റെ ജനം ആരാധിക്കുമ്പോൾ അവന്റെ സാന്നിധ്യത്തിന്റെ ഒരു പ്രത്യേക വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടാകുന്നു. സ്തുതികളിൽ സിംഹാസനസ്ഥനാകുക എന്ന വാക്കിനർത്ഥം ആരാധന ദൈവമഹത്വത്തിനായി ഒരു വാസസ്ഥലം ഒരുക്കുന്നു എന്നാണ്. പൗലോസും ശീലാസും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്തപ്പോൾ ആ കാരാഗൃഹം ഒരു ആരാധനാലയമായി മാറി. ആരാധന സാധാരണ ഇടങ്ങളെ ദൈവിക സമാഗമങ്ങളാക്കി മാറ്റുന്നു. നമ്മൾ ആരാധിക്കുമ്പോൾ വെറുമൊരു ഭക്തിപ്രകടനം നടത്തുകയല്ല, മറിച്ച് പ്രവർത്തിക്കാനും തന്റെ ശക്തി വെളിപ്പെടുത്താനുമായി നമ്മൾ ദൈവത്തെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇരുണ്ട മുറിയിൽ ഒരു സ്വിച്ച് ഇടുന്നത് നിമിഷനേരം കൊണ്ട് എല്ലാം മാറ്റുന്നു. അത് ഇരുട്ട് പൊരുതിയതുകൊണ്ടല്ല, മറിച്ച് വെളിച്ചം അവിടെ പ്രവേശിച്ചതുകൊണ്ടാണ്. ആരാധന ആ സ്വിച്ച് പോലെയാണ്. അത് ദൈവസാന്നിധ്യത്തെ കൊണ്ടുവരുന്നു. അവൻ വസിക്കുന്നിടത്ത് ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയില്ല. ഇന്ന് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. നിരന്തരമായ ആരാധനയിലൂടെ എൻ്റെ ജീവിതം ദൈവത്തിന് വസിക്കാൻ ഒരു ഇടമായി മാറുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ സ്തുതികൾ അങ്ങയുടെ വാസസ്ഥലമായി മാറട്ടെ. ഞാൻ ദിനംപ്രതി അങ്ങയെ ആരാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ മഹത്വം പ്രതിഫലിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.